ഒരു സിനിമ ചെയ്തു എനിക്ക് നമ്മുടെ ചന്ദ്രബോസ് സാർ ഗുരുതുല്യനായ ഗുരു എന്ന് പറയാനുണ്ട്. അതെ അതെ, ഒരുപാട് മലയാളത്തില് സാറ് മുതല് എല്ലാരും വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഫാമിലി ഫ്രണ്ടാണ്, എന്റെ ഗുരുവാണ്. ഞാൻ സാറിന്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ വർഷം മുന്നേ. എനിക്കൊണ്ട് ചന്ദ്രമാ സാർ എന്ന് പറഞ്ഞ പി ചന്ദ്രമാ പറഞ്ഞ ഇന്നത്തെ ജനറേഷൻ അറിയുന്നത് തുടരും സിനിമയിലെ ഗുരുസ്വാമിയായിട്ട് കുറെ നാളുകൾക്ക് ശേഷം അതെ ആ കാറിലുള്ള ലാലേട്ടൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നു, സിനിമയുടെ മുന്നിൽ കൊണ്ടുവന്നു. സാർ ഇപ്പൊ ഒരു മൂവി, സാറിന്റെ കുറച്ച് ആക്ടിങ് വർക്ക്ഷോപ്പിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി സാർ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം പുതിയ സാറ് കുറെ സിനിമകൾ ഇതിന്റെ ഇടയ്ക്ക് ഇൻഡിപെൻഡന്റ് സിനിമകൾ ചെറിയ രീതിയിൽ ചെയ്തു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചൊരു വലിയ സിനിമ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്, നമ്മളിവിടെ അറിയുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ ആ സിനിമ പാലക്കാട് സാറിന്റെ നാട്ടിൽ കൊല്ലംകോടായിരുന്നു. പിന്നെ നെന്മാറ വേല ഉണ്ടല്ലോ, അതെല്ലാം ആ സിനിമയിൽ ഒരു സീക്വൻസിൽ ഉണ്ടായിരുന്നു. അപ്പം വേല എന്നാണ് പടത്തിന്റെ ടൈറ്റിൽ. അത് ഷൂട്ട് ഒരു 20 ദിവസം കൊല്ലംകോട് ഉണ്ടായിരുന്നു. സാറിന്റെ കൂടെ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിനോട് പണ്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സിനിമയിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 10-12 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാറിന്റെ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യുന്നത് നല്ലൊരു ക്യാരക്ടറാണ്, ഒരു വേരിയേഷൻസ് എല്ലാം ഉള്ള ക്യാരക്ടറാണ്. നല്ല രസമുള്ളൊരു, കാരണം അതിൽ ഒരു എല്ലാം ഈ സാറിന്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സാധാരണ സിനിമ സെറ്റിലെ പോലെ ആർട്ടിസ്റ്റ് അങ്ങനെ സാറാണ് അവിടെ മൊത്തം. ഇതിൽ ഓൾ ഇൻ ഓൾ സാറാണല്ലോ. ചന്ദ്രകുമാർ സാർ ഒരു 10-50-60 വർഷത്തിലുള്ള സീനിയർ ഡയറക്ടർ, എല്ലാ ജനറേഷനെയും കണ്ട ഡയറക്ടർ. അപ്പോൾ സാർ എന്നെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് മോനെ നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക. എല്ലാവരോടും അങ്ങനെയാണ്, എന്നോട് മാത്രമല്ല. അതിൽ അഭിനയിക്കാൻ ഒരു സീനിൽ അഭിനയിക്കാൻ വന്ന ആൾക്കാരുടെ അടുത്ത് പോലും സാർ ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു തരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പം ഷൂട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, എൻ്റെ ബാക്കി കാര്യങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ടീച്ചറിനെ കുറിച്ച് എന്താ ഓഡിയൻസിനോട് പറയാനുള്ളത്? ടീച്ചറിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, ഈ ട്വിസ്റ്റ് സാധാരണ നമ്മൾ ഈ സിനിമാറ്റിക് ട്വിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ട്വിസ്റ്റ് ഒന്നും അല്ല വരുന്നത്. നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്ത് നടന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ട്വിസ്റ്റുകളാണ് ഇതിൽ മൊത്തം വരുന്നത്. ഈ കഥ മൊത്തം പോകുന്നത് അങ്ങനെയാണ്. അല്ലാണ്ട് ഒരിക്കലും ഇതൊക്കെ നടക്കുമോ, നമ്മൾ ചില സീരിയലോ സിനിമയാണോ നമുക്ക് തോന്നും, അങ്ങനെയല്ല. ഇങ്ങനെ ഒരാളെ നമുക്കറിയാം, ഇങ്ങനെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, അങ്ങനത്തെയാണ് ഇതിലെ മൊത്തം ഓരോ സിറ്റുവേഷൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന സിറ്റുവേഷൻസും അങ്ങനെയാണ്. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു കറക്റ്റ് പ്ലേസ്മെന്റ് ഉണ്ട്. ഒരു സീനിൽ വന്ന ആൾ പോലും അയാൾക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണാല്ലേ ഡയറക്ടേഴ്സ് ബ്രില്യൻസ്, അതുപോലെ സാധനം ഇതിലുണ്ട്. ഒരു സീനിൽ വന്ന ആൾ പോലും നമുക്ക് കണക്ട് ആവും, ഇയാൾ എന്തിനാണ് അന്ന് അവിടെ നിന്ന് നോക്കിയിട്ട് പോയത് എന്നുള്ളതിന് പോലും കറക്റ്റായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് ചെയ്തത്. സിനിമയാണ്, മിനി സ്ക്രീനിലെ സിനിമയാണ് ടീച്ചറമ്മ, എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് പറയാനുണ്ട്. അപ്പൊ ഇനിയിപ്പോ ടീച്ചറമ്മയെ തന്നെയാണ് ചെയ്ത് പോകുന്നത്. കാരണം അതിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് ദിവസങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഒരു ഗ്ലോബൽ കമ്പനീസൊക്കെ ഉള്ള വലിയൊരു സലീൽ സാറാണ്. ഈ US ബേസ്ഡ് ആണ്. ഈ ബാഹുബലി മൂവിയുടെ ഒക്കെ അവിടെയൊക്കെ VFXന്റെ ഒക്കെ പാർട്ട് ഇവരുടെ കമ്പനി. അപ്പം അങ്ങനത്തെ ഒരു ടീമാണത്. ഇവർ സാധാരണ സീരിയൽ പ്രൊഡക്ഷൻ പോലെയുള്ള ഒന്നുമല്ല. അവരെന്താ പറഞ്ഞത്, നിങ്ങൾ ക്വാളിറ്റി വർക്ക് ചെയ്യും, ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്വാളിറ്റി വേണം ചെയ്തോളൂ, ഒരു ഫണ്ടിൻ്റെ വിഷയമൊന്നും അല്ല, അങ്ങനെ പോകുന്നൊരു വർക്കാണ്. അപ്പം അതിന് പാട്ടാൻ പറ്റിയതിൽ ഒരുപാട് എന്താ പറയുക സന്തോഷമുണ്ട്. പിന്നെ പ്രേക്ഷകർ തുടങ്ങി ഒരു 1.5 മാസം കൊണ്ട് തന്നെ പ്രേക്ഷകർ ഇതിനെ ലൈക്ക് ഇപ്പം നമ്മൾ 3ാമതാണ്. ഇപ്പോൾ ഇത്രയും സീരിയലുണ്ടായിരുന്നു ഇതിന് മുന്നേ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 3ാമത് റേറ്റിംഗിലും നല്ല റേറ്റിംഗ് ഉണ്ട്, കാണുന്നവർ നല്ല അഭിപ്രായം പറയണു, വീട്ടിലും എല്ലാവരും. അപ്പം അതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ കാണണം, ഇനി കുറേ കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിലേറ്റ് ആവാൻ പറ്റുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാൻ 3ാമതാന്ന് പറഞ്ഞു, അത് 1ാമതായ ശേഷം നമുക്ക് ഇനി വീണ്ടും കണ്ടു ഈ ഷോട്ടില് ഉറപ്പാണ്. ഇങ്ങനെ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ ഷോട്ടിൽ 1ാമത് ഉറപ്പാണ്. വളരെ ഈ 1ാമതുള്ള സീരിയൽ തമ്മിൽ 2-3 പോയിന്റിന്റെ വ്യത്യാസം, വളരെ മൈന്യൂട്ട് പോയിന്റ്, അത് കവർ ആവും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അടിച്ചു പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.